നമ്മുടെ ടൂർ ഗൈഡ് ഷീല ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്യാൻ ഭയങ്കര നാണക്കാരിയാണ്. അപ്പോൾ ക്യാമ്പിൽ നമ്മൾ ലഗേജ് എല്ലാം വെച്ച് സെറ്റായി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ഇരിക്കുകയാണ്. ഇത് സഫാരി ഡ്രൈവ് തന്നെയാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഡേഞ്ചറസ് അല്ലാത്ത മൃഗങ്ങളുടെ ഒരു ഏരിയയാണ്. സീബ്ര, ജിറാഫ്, മാനുകൾ അങ്ങനത്തെ ഒരു ഏരിയയാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വല്ല പുലികളോ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ വളരെ ചാൻസ് കമ്മിയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മാനുകളും സീബ്രയും ഇതൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണാം. നല്ലപോലെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതാ കണ്ട ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നേരും. ഇപ്പോൾ ആക്ച്വലി എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായില്ല. അത് കാരണം ഞാൻ അത്ര ഫോക്കസ്ഡ് ആയിരുന്നില്ല. ഒരുപാട് നല്ല നല്ല ക്ലിക്കുകൾ അത് കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഏരിയയിൽ ഇവിടെ പശുക്കളിനെയും ആടുകളെയൊക്കെ മേയ്ക്കുന്നത് കാണാം. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊരു പ്രത്യേക മരുന്നുണ്ട്. ആ മരുന്ന് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി മൃഗങ്ങൾ വരാൻ ആക്രമിക്കില്ല, അതിൻ്റെ സ്മെല്ല് കാരണം വരില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ കാടിൻ്റെ ഉള്ളിലുള്ള വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ ഇങ്ങനെ പോയി ഉണ്ടാക്കിയെടുത്ത വഴികളാണ്. ചില പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് അറ്റ് ഇറ്റ്സ് പീക്ക് എക്സ്പീരിയൻസ് എന്ന് പറയാം. അങ്ങനത്തെ വഴികളുണ്ട്. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫോറസ്റ്റ് സഫാരിക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു പന്നി സ്പോട്ട് ചെയ്തു. പതുക്കെ സ്ലോ ആയിട്ട് നടന്നു പോയിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടി കണ്ടപ്പോൾ ആൾ ഒന്ന് സ്പീഡ് ഇങ്ങനെ കൂട്ടി പോയി. കാടിൻ്റെ ഭംഗിയും ഫ്രഷ് എയർ, ക്ലൈമറ്റ് എല്ലാം കൂടെ നമുക്ക് ടോട്ടലി വേറൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ തന്നത്. അങ്ങനെ നേരെ ഇരുട്ടി തിരിച്ച് ക്യാമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടിയ 2 ബോണസാണ് ഇരിക്കുന്നത്. 2 കാട്ടുപോത്തുകളെ കാണാൻ പറ്റി. അങ്ങനെ വൈകിട്ട് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയാൽ നമുക്ക് നല്ലൊരു ട്രീറ്റാണ് കിട്ടിയത്. ഡിന്നർ വിത്ത് മസായി ഡാൻസ്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. എനിക്കത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഡിന്നർ ആവറേജ് ആയിരുന്നെങ്കിലും ഡാൻസ് അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മൾ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റിലും നല്ല ഇരുട്ടാണ്. ശരിക്കും നല്ല പേടിയാൻ പോകുമ്പോൾ ചെറിയൊരു ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉറക്കം കളഞ്ഞൊരു സംഭവം, അതെ ഇതാണ്, ഈ മുതലാണ്. രാത്രി നമ്മുടെ ക്യാമ്പിൻ്റെ ചുറ്റിലും കടന്ന് വട്ടടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെരുപ്പാട് പുറത്തേക്കല്ല ഹൈന വന്ന് എടുത്തുകൊണ്ട് പോകുന്നു നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യം തീരുമാനമായി.